ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ഒരു വനിതയാണെന്ന് എത്ര പേർക്കറിയാം? അതെ, പ്രമുഖ സ്വഹാബി വര്യൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സുമയ്യ ബീവിയാണത്. യമനിൽ നിന്ന് മക്കയിലേക്ക് കുടിയേറിയ യാസിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് തന്നെ സന്മാർഗം പുൽകിയ ആ കുടുംബം അതിന്റെ പേരിൽ മുശ്രിക്കുകളിൽ നിന്ന് തുല്യതയില്ലാത്ത കൊടിയ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അബൂജഹലിന്റെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് സുമയ്യ ബീവി ഈ ലോകത്തോട് വിട പറയുന്നത്. ഭർത്താവ് യാസിറും പിന്നീട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഷഹീദായി. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് യാസിർ കുടുംബം നേരിട്ടിരുന്ന സമാനതകളില്ലാത്ത പീഡനങ്ങൾ കണ്ട് പ്രവാചകൻ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത് പറഞ്ഞത് ഇങ്ങനെ: യാസിർ കുടുംബമേ, ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇസ്ലാമിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകർ വലിയ സ്ഥാനം നൽകിയിരുന്നു. ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് പരുഷമായി പെരുമാറി. മഹാൻ സങ്കടപ്പെട്ട് പ്രവാചകരുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ പ്രവാചകർ പറഞ്ഞു: ആരെങ്കിലും അമ്മാറിനോട് ശത്രുത വെച്ചാൽ അവൻ അള്ളാഹുവിനോട് ശത്രുത വെച്ചിരിക്കുന്നു. ആരെങ്കിലും അമ്മാറിനോട് ദേഷ്യം പിടിച്ചാൽ അവൻ അള്ളാഹുവിനോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു. പ്രവാചകരുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാൻ ചില യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു യമാമ യുദ്ധവേളയിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ അതിധീരമായ മുന്നേറ്റങ്ങളെ കുറിച്ച് എപ്പോഴും സ്മരിക്കാറുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിലെ ആഭ്യന്തര യുദ്ധകാലത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തായിരുന്നു അദ്ദേഹം. സിഫീൻ യുദ്ധത്തിൽ വെച്ചാണ് വഫാത്താകുന്നത്. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെ: അമ്മാർ ഈമാനിന്റെ മൂർത്ത രൂപമാണ്, അവനെ നിങ്ങൾ പിന്തുടരുക.